ആയുർവേദത്തിൽ ബ്രെയിൻ ടോണിക് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ തോടുകളുടെ സൈഡിലും വയലുകളുടെ സൈഡിലും ഒക്കെ ഇത് ധാരാളമായി കണ്ടുവരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂട് കൂടി വരികയാണല്ലോ, ആ സമയത്ത് നമ്മുടെ കോഴികൾക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ടും ഇവർ തമ്മിൽ കൊത്താനുള്ള സാധ്യതയുണ്ട്. ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ ഇവർ തമ്മിൽ കൊത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കുറക്കാൻ പറ്റും ഇത് കൊടുക്കുമ്പോൾ. ഇത് ശരിക്കും ഒരു മരുന്ന് പോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ കുറച്ചളവിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഏറ്റവും തിന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ചൂടുള്ള സമയത്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഈ വാക്സിനേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് കോഴിയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന സമയത്തും ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതുമൂലം ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ വളരെയധികം കൂടുതലായിരിക്കും. ആ സമയത്ത് സ്ട്രെസ്സ് കുറക്കാനായിട്ട് നമുക്ക് ഇതൊരു നാച്ചുറൽ റെമഡി എന്നുള്ള രീതിയിൽ കൊടുക്കാവുന്നതാണ്. ബ്രഹ്മിയിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് നാച്ചുറലായിട്ട് തന്നെ അതിനൊരു ഇമ്മ്യൂണിറ്റി പവർ, നമ്മുടെ കോഴികൾക്കൊരു ഇമ്മ്യൂണിറ്റി പവർ ഇത് കഴിക്കുന്നത് മൂലം ഉണ്ടാവും. നമ്മുടെ കോഴികളെല്ലാം തന്നെ അവരുടെ ഫുഡിൻ്റെ 40% പച്ചിലകൾ തന്നെയാണ് കഴിക്കാറുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു മരുന്ന് പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരാഴ്ചയിൽ 2 തവണയാണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് കോഴികൾ ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഇത് കഴിക്കുന്നതെങ്കിലും നമ്മൾ വളരെ കുറച്ച് എമൗണ്ടേ കൊടുക്കാവൂ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ പച്ചിലകളാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് ഒരു ഉദ്ദേശം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസിലൊക്കെ ഡിഫറൻസ് വരാറുണ്ട്. മീൻസ് അതിൻ്റെ അകത്ത് കൂടുതൽ വിറ്റാമിൻ എ, ഇപ്പോൾ നമ്മൾ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴിയായതുകൊണ്ട് വിറ്റാമിൻ ഡിയുടെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. ഞാനിപ്പോൾ അത് പ്രൂവ് ചെയ്യാതെ പറയുന്നതിൽ കാര്യമില്ല. ഞാൻ എന്തായാലും ഇത് നമ്മളുടെ ഈ മുട്ട, നമ്മളിപ്പോൾ ഇങ്ങനെ വളർത്തുന്ന കോഴിയുടെ മുട്ട എന്തായാലും ഒരു ടെസ്റ്റിങ്ങിന് വിധേയമാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് 2 ടൈപ്പ് കോഴികളുടെ മുട്ടയും, അതായത് നമ്മുടെ വെള്ള മുട്ടയും നമ്മളിപ്പോൾ വളർത്തുന്ന കോഴിയുടെ മുട്ടയും എന്തായാലും ടെസ്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യും. നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വേഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ഞാൻ ഉദ്ദേശിക്കണമില്ല. അപ്പോൾ ഞാനിപ്പോൾ വായിച്ചതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കഴിക്കുന്ന ഫുഡ് ഇതിൻ്റെ മുട്ടയുടെ ക്വാളിറ്റിയെ സാരമായി ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അഴിച്ചുവിട്ട് പച്ചിലകൾ കൊടുത്ത് നമ്മളുടെ ചുറ്റുപാടുമുള്ള മണ്ണിലുള്ള സാധനങ്ങളൊക്കെ തിന്നിട്ടാണ് ഇതുങ്ങൾ വളരുന്നത്. അപ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മുട്ട മേടിച്ച് കഴിക്കുന്നത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പല ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ക്വാളിറ്റി ഡിഫറൻസ് ഒന്നുമില്ല, സെയിം തന്നെയാണെന്ന്. പക്ഷേ എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെ ആയിരിക്കില്ലെന്നാണ്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ ഉറപ്പിക്കണം. കാരണം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. നമ്മളിപ്പോൾ വളർത്തുന്ന കോഴികൾക്കൊരു ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റെ മുട്ടയ്ക്കൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. കടക്നാഥ് കോഴികളുടെ കാര്യത്തിലൊരു എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ കൂടുതലും ഗ്രീൻ ലീഫുകളോട് ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. നിങ്ങൾ വേറെ എന്ത് ഫുഡ് കൊണ്ടൊന്ന് വെച്ച് കൊടുത്താലും അത് ഗ്രീനിൻ്റെ കൂടെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അവർ ഫസ്റ്റ് ഗ്രീൻ തന്നെയായിരിക്കും കഴിക്കുക. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല. ഇനി അവരുടെ കണ്ണിൽ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അവർക്ക് ഗ്രീനിനോടാണ് ഭയങ്കര താല്പര്യം. ആ ഫുഡ് ഭയങ്കരമായിട്ട് അവർ കഴിക്കാറുമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ബ്രഹ്മി ഒരു സ്ട്രെസ് റെഡ്യൂസറാണെന്ന്. അപ്പോൾ ഇത് എപ്പോഴാണ് നമുക്കൊരു ഗുണം ചെയ്യാമെന്ന് വെച്ചാൽ, ഈ എഗ് ലേ ചെയ്യുന്ന സമയത്ത്, അതായത് കോഴി മുട്ടയിടുന്ന സമയത്ത് നമുക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണ്, അതായത് ചെറിയൊരു സ്ട്രെസ്സ് വന്നാൽ തന്നെ കോഴി മുട്ടയിടൽ നിർത്തി വെക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കൊടുക്കുകയാണെങ്കിൽ ആ സ്ട്രെസ്സ് അതിനുണ്ടാവുന്നത് മാറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ മുട്ട ലഭിക്കുന്നതിനുള്ള ഒരു നാച്ചുറൽ രീതിയാണ് ഇങ്ങനെയുള്ള പച്ചിലകൾ കൊടുക്കുന്നത്. കോഴികൾ പച്ചിലകൾ കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് അതുങ്ങൾക്ക് ഫുൾ ടൈം പച്ചിലകൾ കൊടുത്തുകൊണ്ടിരുന്നാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അത് വേറൊരു കുഴപ്പത്തിലേക്ക് വരും. അവരുടെ പ്രോട്ടീൻ ഇൻടേക്ക് ഭയങ്കരമായി കുറയും. ആ പ്രോട്ടീൻ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുട്ടയുടെ സൈസ് ഭയങ്കരമായിട്ട് കുറയും. പിന്നെ മുട്ടയിടലിൻ്റെ അളവുകൾ കുറയും. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കണം. നമ്മൾ കൊടുക്കുന്ന ഗ്രീൻ എന്ന് പറയുന്നത് കൊടുക്കേണ്ട അളവിൽ തന്നെ കൊടുക്കുക. മെയിൻ ഫീഡായിട്ട് ഒരിക്കലും നമ്മൾ ഗ്രീനിനെ കാണരുത്. പരമാവധി നമ്മളുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഗ്രീൻസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് നാച്ചുറൽ രീതിയിൽ തന്നെ കൊടുക്കുക. ആവശ്യമുള്ളതിൽ കൂടുതൽ കൊടുക്കരുത്. ഡെയിലി അവരുടെ മെയിൻ ഫീഡായിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ലാഭം ഉണ്ടാവുമെന്നല്ലാതെ നമുക്ക് മുട്ടയിടുന്നതൊക്കെ ചിലപ്പോൾ കുറയും, അല്ലെങ്കിൽ മുട്ടയുടെ സൈസ് കുറയാൻ സാധ്യതയുണ്ട്.